അപ്പൊ തുടങ്ങാല്ലേ? ഇത് കമ്പി ഇറക്കാൻ കയറിയിരിക്കുന്നത്, പക്ഷേ ബാക്ക് ഡോർ തുറന്നാണ് കിടന്നത്. പക്ഷെ ഇത് ഡോർ ഞാൻ കുറ്റിയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. കാര്യം ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകളിൽ കുന്നിരിക്കാൻ കയറുമ്പോഴേ തിരിച്ച് ആ ഡോർ അടക്കാൻ ഞാൻ ഇറങ്ങി പോകും. തിരിച്ച് സ്റ്റാൻഡിൽ പോയിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലേക്ക് പോക്കേ പോയത് ഒരു 7 പോയിന്റ് ഉരുപ്പടിയും പിന്നെ ഒരു 15,000 രൂപയും. ഇത് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി മനോജ്. കഴിഞ്ഞ ദിവസം മനോജിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു. ആ കാര്യമാണ് മനോജ് വിവരിക്കുന്നത്. ജനൽക്കമ്പി മുറിച്ച് അകത്ത് കിടന്ന കള്ളൻ 7 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു എന്നാണ് മനോജ് പറയുന്നത്. മോഷണത്തെക്കുറിച്ച് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. കവർച്ച അന്വേഷിക്കാൻ പോലീസ് വീട്ടിലെത്തി. മുറികളെല്ലാം പരിശോധിച്ചു. അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. ഡോഗ് സ്ക്വാഡും എത്തി. കള്ളൻ അകത്തു വന്ന വഴി പരിശോധിച്ചു. പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ജനലിന്റെ അഴി മുറിച്ചിരിക്കുന്നത് അകത്തു നിന്നാണ്. മനോജിനോട് ഒന്നുകൂടി കാര്യങ്ങൾ ചോദിച്ചു. വിവരണത്തിൽ അസ്വാഭാവികത, വൈരുദ്ധ്യം. കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇതിനകം കള്ളനെ കണ്ടെത്തി. പരാതി നൽകിയ വീട്ടുടമ മനോജ് തന്നെയാണ് സ്വന്തം വീട്ടിൽ കവർച്ച നടത്തിയ ആ തസ്കരൻ. മകളുടെ കൊലുസ് ഭാര്യ അറിയാതെ പണയം വെച്ചിരുന്നു. ഇക്കാര്യം മറയ്ക്കാനാണ് കൊലുസടക്കം കള്ളൻ കൊണ്ടുപോയി എന്ന് വരുത്താൻ മനോജ് ശ്രമിച്ചതത്രേ. കാര്യങ്ങളെല്ലാം കുളമായി. ഇപ്പോൾ മനോജ് പോലീസിന്റെ അറസ്റ്റിലാണ്. അല്പസമയത്തിനകം റിമാൻഡ് ചെയ്യുമെന്നാണ് കേട്ടത്. മെനഞ്ഞാന്നാണ് ഈ മോഷണവിവരം പുറത്തു വരുന്നത്. പൂജ, അന്നേരം നമ്മളുടെ പ്രാദേശിക പ്രതിനിധി ഈ മനോജിന്റെ വീട്ടിൽ പോയി മനോജിനെ കണ്ടപ്പോൾ മനോജ് ആ മോഷണം നടന്ന രീതിയൊക്കെ അവിടെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കള്ളൻ കയറിയത്, ഈ ജനൽ മുറിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നടത്തിയ നമുക്ക് നമ്മളുടെ ക്യാമറയിൽ തന്ന പ്രതികരണമാണ് നമ്മൾ ആ വാർത്തയുടെ ആദ്യം കേൾപ്പിച്ചത്. എല്ലാം കീഴ്മേൽ മറിഞ്ഞത് ഇന്നലെ ഇപ്പോൾ പോലീസ് അവിടെ വിശദമായ ഒരു പരിശോധന നടത്തിയിരുന്നു. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിന് എങ്ങനെ ജീവിക്കും? അപ്പോൾ അതിലാണ് ഇതെല്ലാം കള്ളി വെളിച്ചത്തായത്. അപ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം. സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയിട്ട് ഏതോ ഒരു കള്ളൻ വന്ന് മോഷ്ടിച്ചു എന്ന് വരുത്തുകയും അതിൽ പരാതി കൊടുക്കുകയും ഒടുവിൽ പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ വീട്ടുകാരൻ തന്നെയാണ് മോഷണം നടത്തിയതെന്നൊക്കെ തിരിച്ചറിയുന്ന സംഭവം. അപ്പോൾ മനോജ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭാര്യയെ കൊണ്ട് മീൻ വിൽക്കുന്ന സ്ഥലത്ത് വിട്ടു, തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങി. ഓട്ടോ ഓടിക്കാൻ പോയില്ല, പകരം വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അവിടെ നിന്നൊരു കട്ടർ കൊണ്ടുവന്ന് ഈ ജനലിന്റെ അഴി മറിച്ചപ്പോൾ മനോജിനൊരു പ്രശ്നം പറ്റി. മനോജ് അകത്ത് നിന്നാണ് മുറിച്ചത്. അപ്പോൾ ഇതിന്റെ പൊടിയൊക്കെ ഈ വീടിനുള്ളിലാണ് വീണത്. അപ്പോൾ പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് ഈ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ, വളരെ ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിന്റെ പൊടികളും എല്ലാം വീണിരിക്കുന്ന അകത്താണ്. അപ്പോൾ അവർക്ക് മനസ്സിലായത് അകത്തു നിന്നാണ് മുറിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മനോജിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബബ്ബ അടിച്ചു. വിശദമായി ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ മകളുടെ കൊലുസ് ഭാര്യ അറിയാതെ പണയം വെച്ചു. അപ്പോൾ അത് എടുക്കാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഒരു കാര്യം ചെയ്തു. വീട്ടിലിരുന്ന ബാക്കി സ്വർണവും പണവും ഒക്കെ എടുത്തങ്ങ് മാറ്റിയിട്ട് ഇത് മോഷണം നടത്തി അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാക്കി. അപ്പോൾ